ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ ഓട്ടൂരിൻ്റെ നതോന്നതാവൃത്തത്തിലുള്ള വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള കവിത ഉത്കണ്ഠ. എന്താണൊരു ദിവ്യഗന്ധം വന്നിടുന്നതെൻ്റെ തോഴി വൃന്ദാവനത്തിങ്കൽ നിന്നും ആനന്ദപ്രദം. മഞ്ജുളമാമേതോ മണിമഞ്ജീരത്തിൽ ചിഞ്ചിതവും മുഞ്ചാരണ്യത്തിങ്കൽ നിന്നും കേൾക്കുന്നു സഖീ. കൂടെ കൂടെ എന്തോ ചില താളങ്ങളും മേളങ്ങളും ഓടക്കുഴൽ വിളികളും മുഴങ്ങിടുന്നു. ഇന്നാളാലിൻ മൂട്ടിൽ കണ്ട രൂപത്തിങ്കൽ നിന്നുമാണി പുണ്യഗന്ധ നാദോദ്ഭവം എന്നു തോന്നുന്നു. അയ്യോ തോഴി, ചിന്തിക്കുമ്പോൾ എൻ്റെ കൈകാൽ കുഴയുന്നു. വയ്യെനിക്കൊരടി വയ്ക്കാൻ എന്നെ താങ്ങണേ. വൃന്ദാവനമെന്നതെത്ര ദൂരത്താണെന്നോതൂ സഖി. മന്ദേതരമങ്ങോട്ടെന്നെ കൊണ്ടുപോയാലും. അന്നു കണ്ട കാഴ്ച ഇന്നും എൻ്റെ നെഞ്ചിൽ പൊന്തി വന്നു. മിന്നിടുന്നു, മോഹാലസ്യമുണ്ടാക്കിയിടുന്നു. എന്തു ചന്തമെന്തത്ഭുതം, എന്തുത്സവമെന്താനന്ദമെന്തുലയമെന്തു കനിവെന്തു മാധുര്യം. ഓതാൻ തീരെ സാധ്യമല്ല സാക്ഷാത്കാര വൈഭവത്തെ. ചേതോ വാചാമഗോചരമെന്നേ ചൊല്ലേണ്ടു. നീലകേശമണ്ഡലത്തിൽ പീലിമാല ചുറ്റും ചൂടി ലോലങ്ങളാമക്ഷികളിൽ അഞ്ജനം ചാർത്തി. ബിംബാധരം ചുംബിക്കുവാൻ ലാക്കു നോക്കി ചാഞ്ചാടുന്ന ലംബാളക കുണ്ടലങ്ങൾ കർണത്തിലേന്തി. മന്ദസ്മിത ചന്ദ്രികയിൽ വൃന്ദാവനമാറാടിച്ചു
സുന്ദര ഭ്രുവല്ലരികൾ മെല്ലെയനക്കി കാലിക്കുഞ്ഞു നക്കിത്തോർത്തും കുഞ്ഞിക്കാലു പിണച്ചങ്ങു കോലക്കുഴലുതീടുമാ കോലത്തിൻ ഭംഗി ഓർക്കുന്നേരം ആധിയുള്ളിലേറിടുകയാണെങ്കിലും ഓർക്കാതെ കണ്ടിരിക്കാൻ ഞാനാളാകുന്നില്ല. എന്തു ചെയ്തിടേണ്ടു ഞാനൻ പ്രാണസഖി തോറ്റുവല്ലോ. സന്താപങ്ങൾ നീങ്ങാൻ വഴി കാട്ടി തന്നാലും പീലിയെയും ഓടയെയും കാറിനെയും ചന്ദ്രനെയും കാലിയെയുമല്ലെങ്കിൽ നീയാട്ടി വായിക്കൂ. ഈ വകർക്കാർക്കെല്ലാം നാട്ടിൽ നിന്നു പോയാൽ പൊറുതിയായി ഗോവിന്ദനെ സ്മരിപ്പിക്കുമെൻ്റെ ശത്രുക്കൾ. അങ്ങനെയൊരു ഉപകാരമെങ്കിലും നീ ചെയ്തിടുമോ ചങ്ങാതി? ഞാൻ തോറ്റിട്ടാണേ ചൊൽവതിതല്ല. കണ്ണെഴുത്തും ചാന്തും ചീപ്പും സിന്ദൂരവും മഞ്ഞപ്പട്ടും കണ്ണാടിയും നീലക്കല്ലു വച്ച താലിയും എന്തിനാണി കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടു വെച്ചിട്ടുള്ളതെൻ്റെ സോദരി? ഒന്നും വേണ്ട, കൊണ്ടുപോയി കുപ്പയിലേക്കെറിഞ്ഞോളൂ. കണ്ണനിഷ്ടമല്ലാത്തവൾക്കെന്തലങ്കാരം? ആളിനീയൻ കാലിൽ തളയെന്തിനണിയിച്ചു? താപമാളും മാറിൽ കുങ്കുമവും എന്തിനു പൂശി? എല്ലാമുരു തേച്ചു മായ്ക്കൂ, നിന്റെ വക ചന്തം ചാർത്തലില്ലാതായാൽ തന്നെ തെല്ലോരാശ്വാസം കിട്ടും. ഉണ്ണാൻ എന്നെ ക്ഷണിക്കേണ്ട, പട്ടുമെത്ത വിരിക്കേണ്ട, മൂന്നും കൂട്ടാനൊരുക്കേണ്ട മേലാൽ നീ സഖി. മേൽ കഴുകാൻ പോകാറായി, ശീലമാറിയുടുക്കാറായി, പൂക്കൾ ചൂടാറായെന്നൊന്നും എന്നോടോ തല്ലേ. ഒന്നിനും ഞാനാളല്ലാതായി, ഒന്നും തീരെ രുചിക്കാതായന്നു കണ്ട കാഴ്ചയിൽ ഞാൻ വെന്തു പോകാറായി. അയ്യോ കഷ്ടമിഷ്ട തോഴി പോലും എൻ്റെ മൊഴി കേൾക്കാൻ തയ്യാറില്ല. ഞാൻ എന്താണു ചെയ്യേണ്ടതിനി? ആളിടുന്നു ദുഃഖമുള്ളിൽ, ആളല്ലാതായി ജീവിക്കാൻ ഞാൻ. ആളി എന്നെ കൈവടിഞ്ഞു നാളികേക്ഷണ. ആളിടുന്നു ദുഃഖമുള്ളിൽ, ആളല്ലാതായി ജീവിക്കാൻ ഞാൻ. ആളി എന്നെ കൈവേടിഞ്ഞു നാളികേക്ഷണ. നാരായണ വാസുദേവ ദാമോദര പത്മനാഭ ധാരാധര ശ്യാമളാംഗ കാത്തുകൊള്ളണേ. നാരായണ നാരായണ വാസുദേവ ദാമോദര പത്മനാഭ ധാരാധര ശ്യാമളാംഗ കാത്തുകൊള്ളണേ. ധാരാധര
ധാരാധര ശ്യാമളാംഗ കാത്തുകൊള്ളണേ. നാരായണ വാസുദേവ കാത്തുകൊള്ളണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഭാഗവതോത്തമനായ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ഉത്കണ്ഠ എന്ന കവിത ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചത്. ഇന്ന് ഈ അക്ഷരപൂജ ഭക്തജനങ്ങളുടെ അടുത്ത് ഭഗവത് പ്രസാദമായി എത്തുമ്പോഴേക്കും പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി കാവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി എന്ന വൈദിക ശ്രേഷ്ഠൻ ഭാഗവതാചാര്യൻ ആ പൂജക സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി ഇന്നു മുതൽ ചുമതലയേൽക്കുന്ന അച്യുതൻ നമ്പൂതിരിയുടെയും പൊന്നുഗുരുവായൂരപ്പനായി മിന്നിത്തിളങ്ങുന്ന ആ അച്യുത സ്വരൂപത്തിൻ്റെയും പാദാരവിന്ദങ്ങളിൽ അച്യുത ഭക്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയുടെ 960 ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് മാർക്കണ്ഡേയ മഹർഷിയുടെ ഭക്തിയുടെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും. സൂതപൗരാണികൻ ശൗനകാദി ഈശ്വരന്മാർക്ക് ഭാഗവതം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. നൈമിഷാരണ്യത്തിൽ സൂതം പറഞ്ഞു, പാർവതീ പരമേശ്വരന്മാർ മാർക്കണ്ഡേയ മഹർഷിയെ അനുഗ്രഹിക്കാൻ തീർച്ചപ്പെടുത്തി. അയം ഹി പരമോലാഭോ നൃണാം സാധുസാത്മാഗമ എന്നാണ്. സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച മനുഷ്യർക്ക് പരമലാഭമാണ്. അല്ലെങ്കിൽ തിരിച്ചും ദേവന്മാർക്കും ഇത്തരം സജ്ജനങ്ങളെ കാണുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് നമുക്ക് മാർക്കണ്ഡേയൻ്റെ അടുത്ത് പോവാം. ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമമായി തപസ് ചെയ്യുന്ന ആളാണ്. നൈവേക്ഷത്തി ആശിഷക്വാബി ബ്രഹ്മർഷിർ മോക്ഷമപ്യുത എന്ന് പറഞ്ഞു. എങ്കിലും ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഉമയോടുകൂടി മഹാദേവൻ ആ മാർക്കണ്ഡേയ മഹർഷിയുടെ മുമ്പിൽ എത്തിച്ചേർന്നു. തയോരാഗമനം സാക്ഷാദീശയോർജഗദാത്മനോ നവേദരുദ്ധധീവൃത്തിരാത്മാനം വിശ്വമേവ ച ഭഗവാംസ്തദഭിജ്ഞായ ഗിരീശോ യോഗമായയാ ആവിശത്തദ്ഗുഹാകാശം വായുഛിദ്രമിവേശ്വരാ. ജഗദാത്മനോ സാക്ഷാൽ ഈശയോഹോ. ജഗത്തിൽ ആത്മഭൂതന്മാരായി സാക്ഷാത്തായ ഈശ്വരന്മാരായിരിക്കുന്ന അവർ, ആ രണ്ടുപേർ, തയോ, ആ രണ്ടുപേരുടെ ആഗമനത്തെയും ആത്മാനം തൻ്റെ ശരീരത്തെയും വിശ്വമേവച ഈ ലോകത്തെ തന്നെയും രുദ്ധധീവൃത്തി നിരോധിക്കപ്പെട്ട ബുദ്ധിവൃത്തിയോടുകൂടിയ ആ മുനി നവേദ അറിഞ്ഞതേയില്ല. ഗിരീശ ഭഗവാൻ ഈശ്വര, ഗിരിപതിയായിരിക്കുന്ന കൈലാസവാസിയായിരിക്കുന്ന ആ ഭഗവാൻ പരമേശ്വരൻ തത് അഭിജ്ഞായ അത് മനസ്സിലാക്കിയിട്ട് വായു ഛിദ്രം ഇവ വായുദ്വാരത്തെ എന്നതുപോലെ യോഗമായയാ തദ് ഗുഹാകാശം ആവിശൽ യോഗമായ കൊണ്ട് ആ മാർക്കണ്ഡേയ മഹർഷിയുടെ ഹൃദയാകാശത്തിലേക്ക് ഹൃദയ ഗുഹയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഉള്ളിലുള്ള ബുദ്ധിവൃത്തികളെ മുഴുവൻ അടക്കി അതിനെ ബാഹ്യത്തിലേക്ക് പ്രസരിപ്പിക്കാതെ നിർത്തിയേക്കുകയാണ്. പരമാത്മാവിൽ ലയിച്ചു. പരമാനന്ദ സ്വരൂപനായ മാർക്കണ്ഡേയ മഹർഷി തന്നെ മറന്നു, ലോകത്തെ മറന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആ ഉമയെയും മഹേശ്വരനെയും മറന്നു, അല്ലെങ്കിൽ കണ്ടതേയില്ല. അങ്ങനെ വന്നപ്പോൾ എല്ലാ ശരീരങ്ങളിലും അന്തര്യാമിയായി ലോകകർത്താക്കന്മാരായിരിക്കുന്ന ജഗത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്നാണ്. ആ പാർവതീ പരമേശ്വരന്മാർ അരികത്ത് വന്നതുപോലും അറിയാതെ അനൽപമായ ആനന്ദാനുഭൂതിയുടെ അപരിമിതമായ ആ
അലൗകികമായ ലോകങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന മാർക്കണ്ഡേയൻ രൂഢസമാധിയിൽ മുനിയുടെ മനസ്സ് ലയിച്ചു കഴിഞ്ഞു. അപ്പോൾ യോഗേശ്വരനായ സാക്ഷാൽ കൈലാസപതിയായിരിക്കുന്ന പാർവതീകാന്തനായ പരമേശ്വരൻ ഈ മാർക്കണ്ഡേയ മഹർഷിയുടെ ഹൃദയഗുഹയിലേക്ക് തൻ്റെ യോഗശക്തി കൊണ്ട് ആ ഹൃദയഗുഹയിലേക്ക് കടന്നു എന്ന് പറയുന്നു. അപ്പോൾ മാർക്കണ്ഡേയൻ്റെ അകത്തേക്ക് കടന്നു ചെന്നു ഭഗവാൻ. പിന്നെ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മന്യപി ശിവം പ്രാപ്തം തടിത്പിംഗജടാധരം ത്രക്ഷം ദശഭുജം പ്രാംശുമുദ്യന്തമിവ ഭാസ്കരം വ്യാഘ്രചർമാംബരധരം ശൂലഘട്വാംഗചർമ്മഭി അക്ഷമാലാഡമരുക കപാലാസി ധനുസ്സഹ ബിഭ്രാണം സഹസാഭാതം വിചക്ഷ്യ ഹൃദി വിസ്മിത കിമിദം കുതയേവേതി സമാധേർ വിരതോ മുനി. തടിത് പിംഗജടാധരം, തടിത്ത് എന്ന് പറഞ്ഞ മിന്നൽ പിണർ, മിന്നൽ പിണർ പോലെ പിങ്കളമായ മഞ്ഞ നിറത്തോടുകൂടിയ ജട ധരിച്ച് ത്രക്ഷം 3 കണ്ണുകളോടുകൂടി ദശഭുജം 10 കൈകളോടുകൂടി പ്രാംശും ഉദ്യന്തം ഭാസ്കരം ഇവ ഉയർന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ ഉദയാർക്ക പ്രഭയോടുകൂടി വ്യാഘ്രചർമാംബരധരം, വ്യാഘ്രത്തിൻ്റെ ചർമ്മം പുലിത്തോല് ധരിച്ച് ആ അംബരം ധരിച്ച് ശൂലഘട്വാംഗ ചർമ്മഭി, ശൂലം ഘട്വാംഗം ചർമ്മം ഇവയോടുകൂടി അക്ഷമാല ഡമരുക കപാലാസി ധനു ബിഭ്രാണം, അക്ഷമാല ഡമരുകം കപാലം അസി ധനുസ്, അസി എന്ന് പറഞ്ഞ വാള് എന്നിവ ധരിച്ചും ആത്മനി അപി സഹസാഭാതം പ്രാപ്തം, അന്തരംഗത്തിലും പെട്ടെന്ന് പ്രകാശിച്ച് പ്രാപിച്ചിരിക്കുന്ന ശിവം വിചക്ഷ്യ, ആ ശിവനെ കണ്ടിട്ട് ഹൃദി വിസ്മിത, ഹൃദയത്തിൽ വിസ്മയമുണ്ടായി മാർക്കണ്ഡേയന്. ഇതം കിം കുത ഏവ ഇതി, ഇതെന്താണ്, എവിടെ നിന്നു വന്നു എന്ന് വിചാരിച്ച് മുനിഹി, ആ മാർക്കണ്ഡേയ മഹർഷി സമാധേ വിരത, ആ സമാധിയിൽ നിന്നും വിരമിച്ചു. യോഗമായാശക്തി കൊണ്ട് മഹാദേവൻ മാർക്കണ്ഡേയൻ്റെ മനസ്സിനകത്തേക്ക് കടന്നപ്പോൾ, ഹൃദയ ഗുഹയിലേക്ക് കടന്നു വന്നപ്പോൾ അത്ഭുതകരമായ ശിവസ്വരൂപത്തെ കണ്ടു. മഞ്ഞ നിറത്തിൽ മിന്നൽ പിണർ പോലെയുള്ള ജട ധരിച്ചിരിക്കുന്നു. 3 കണ്ണുകളുണ്ട്, 10 കൈകളുണ്ട്. ആ 10 കൈകളിൽ അവിടെ ദാ പറയണു ശൂലം, ഘട്വാംഗം, മാന്തോല്, ജപമാല, ഡമരു, കപാലം, വാള്, വില്ല് തുടങ്ങിയവയൊക്കെ ധരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വ്യാഘ്രചർമ്മത്തോല് കൊണ്ട്, ആ പുലിത്തോല് കൊണ്ട് തൻ്റെ വസ്ത്രമായിട്ടതിനെ ധരിച്ചിരിക്കുന്നു. അങ്ങനെ ഉദയാർക്ക പ്രഭയോടുകൂടി ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ തേജോമയമായിരിക്കുന്ന ആ ശിവസ്വരൂപത്തെ, ആ മഹാദേവനെ ഹൃദയാകാശത്തിൽ കണ്ടപ്പോൾ ആ ഉടനെ ഈ സ്വരൂപത്തെ ഞാൻ ധ്യാനിച്ചില്ലല്ലോ, മുക്കണ്ണനെ എങ്ങനെ തൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു, താൻ കണ്ണനെയാണല്ലോ ധ്യാനിച്ചത് എന്ന് വിചാരിക്കുകയാണ്. ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന ഭഗവത് സ്വരൂപം, ആ ചൂർണകുന്തളത്തിന് പകരമായിട്ട് അവിടെ ഇപ്പം കാണുന്നത് ജടാമകുടങ്ങളാണ്. അതേപോലെ തന്നെ പീലിത്തിരുമുടിക്ക് പകരം ചന്ദ്രക്കല കാണുന്നു, ഗോപിക്കുറുയ്ക്ക് പകരം അവിടെ 3-ാം തൃക്കണ്ണ് കാണുന്നു, വനമാലയ്ക്ക് പകരം അവിടെ സർപ്പമാല കാണുന്നു. അത്ഭുതം അത്ഭുതം അത്ഭുതം. പീതാംബരം മാറി വ്യാഘ്രചർമാംബരം. ഇങ്ങനെ എല്ലാത്തിലും മാറ്റങ്ങളോടുകൂടി കണ്ണനെ ധ്യാനിച്ചിരുന്ന താനിപ്പോൾ മുക്കണ്ണനെ മുമ്പിൽ കാണുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇതെങ്ങനെയുണ്ടായി, എവിടെ നിന്ന് വന്നു എന്നുള്ള വിചാരം കൊണ്ട് ആശ്ചര്യപ്പെട്ട വിസ്മയത്തോടുകൂടി സമാധിയിൽ നിന്ന് ഉണർന്നു മാർക്കണ്ഡേയൻ. നേത്രേ ഉന്മീല്യദൃശേ സഗണം സോമയാഗതം രുദ്രം ത്രിലോകൈകഗുരും നനാമ ശിരസാ മുനി. മുനിഹി, ആ മാർക്കണ്ഡേയൻ നേത്രേ ഉന്മീല്യ, കണ്ണുകൾ തുറന്നിട്ട് സഗണം സോമയാ ആഗതം, ഗണത്തോടും തൻ്റെ ഭൂതഗണത്തോടും ഉമയോടും കൂടി, സ ഉമ ഉമയോടുകൂടി ആഗമിച്ചിരിക്കുന്ന
ത്രിലോകൈക ഗുരും, ത്രിലോകങ്ങളുടെ ഏകഗുരുവായിരിക്കുന്ന രുദ്രം, ആ രുദ്രനെ ദദൃശേ കണ്ടു, ശിരസ നനാമ, ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു, വീണ് നമസ്കരിച്ചു എന്ന് ചുരുക്കം. സമാധിയിൽ നിന്ന് ഉണർന്ന മാർക്കണ്ഡേയൻ കണ്ണ് തുറന്നു നോക്കുമ്പോഴാണ് തൻ്റെ 2 കണ്ണുകൾക്ക് മുമ്പിൽ 3 കണ്ണുകളോടുകൂടി മിന്നിത്തിളങ്ങുന്ന മുപ്പാരിനും നാഥനായിരിക്കുന്ന ഭഗവാനെയും അതേപോലെ തന്നെ ആ ഉമയെയും നേരിട്ടിങ്ങനെ കണ്ടു. ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. പാർവതീപതിയാണ് മുമ്പിൽ വന്ന് നിൽക്കണത്. താൻ ധ്യാനിച്ചിരുന്നത് രമേശ്വരനെയാണ്. ഇപ്പതാ പാർവതീ പരമേശ്വരവും എന്നുള്ള രീതിയിൽ ലോകത്തിൻ്റെ പിതൃമാതൃഭാവങ്ങളെ അലങ്കരിക്കുന്ന മഹാദേവനും പാർവതിയും മുമ്പിൽ വന്ന് നിൽക്കണു. കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ടോ തസ്മൈ സപര്യാം വ്യദധാൽ സഗണായ സഹോമയാം സാഗദാസനപാദ്യാർഘ്യഗന്ധസ്രഗ്ധൂപദീപകൈ. ഉമയാ സഹ, ഉമയോടുകൂടി, സഗണായ, ഗണത്തോടു കൂടിയിരിക്കുന്ന തസ്മൈ, ആ പരമേശ്വരനായിക്കൊണ്ട്, സ്വാഗതാസന പാദ്യാർഘ്യഗന്ധസ്രഗ്ധൂപദീപകൈ, സ്വാഗതം, ഇരിപ്പിടം, പാദ്യം, അർഘ്യം, ഗന്ധം, അതേപോലെ ധൂപദീപാദികൾ എന്നിവ കൊണ്ട് സപര്യാം വ്യദധാൽ, പൂജ ചെയ്തു എന്നാണ്. പാർവതീദേവിയോടുകൂടി, സഗണായ ഉമയാ സഹ, ഉമയോടും ഭൂതഗണങ്ങളോടും കൂടി വന്നിരിക്കുന്ന ആ ഭഗവാനെ, ആ രുദ്രനെ, ശിവനെ സ്വാഗതം ചെയ്തു, ഇരിപ്പിടം കൊടുത്തു. പാദ്യം, അർഘ്യം, ചന്ദനം, പൂമാല, ധൂപം, ദീപം, ജലഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യാദികളോടുകൂടി മഹാദേവനെ പാർവതീസമേതനായി വേണ്ട പോലെ പൂജിച്ചു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരെയും പൂജിച്ചു. മഹാദേവനെ മാത്രമല്ല പൂജിച്ചത്, ഗണങ്ങളോടുകൂടി ആ ഭൂതഗണങ്ങളെയും പാർവതീദേവിയെയും വേണ്ട പോലെ പൂജിച്ചു മാർക്കണ്ഡേയൻ എന്ന് പറയുന്നു. അങ്ങനെ ആ മാർക്കണ്ഡേയൻ പൂജിക്കുകയും ഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് സൂതപൗരാണികൻ. ആ രംഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. 15-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി